നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ പാലപ്പള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. ആലുവ ദേശത്ത് KSRTC സ്വിഫ്റ്റ് ബസ് ഓട്ടത്തിനിടെ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ശനിയാഴ്ച രാവിലെ 8:10 സംഭവം. എഞ്ചിൻ ഭാഗത്തു നിന്ന് പുകയും തീയും ഉയർന്നതോടെ ഡ്രൈവർ ഉടൻ ബസ് ഒതുക്കി നിർത്തി. കയ്പമംഗലം കൂരിക്കുഴിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് നാശനഷ്ടം. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി സ്കൈലൈൻ റോഡിൽ പോക്കാക്കിലത്ത് ഷെഫീനയുടെ ഓടുമെഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. മലയാള വിവർത്തന സാഹിത്യരംഗത്തെ മഹാപ്രതിഭ EK ദിവാകരൻ പോറ്റിയുടെ 19ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തിരക്കഥാകൃത്ത് PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ ഇനി ആത്മഹത്യ മുനമ്പാവില്ല. കരുവന്നൂർ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം 9 പേർ പാലത്തിൽ നിന്നും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ ഇടതുപക്ഷത്തിന് എതിരില്ല. ഓഗസ്റ്റ് 11 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സഹകരണ ബാങ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമേ നോമിനേഷൻ നൽകിയുള്ളൂ. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. സംസ്ഥാന ബാലപുരസ്കാര ജേതാവ് മാസ്റ്റർ ഡാവിഞ്ചി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുജന ബാബുവിന് നൽകിക്കൊണ്ട് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാറ്റിവെച്ചവർക്ക് തകരാറിലായ നിർധന യുവാവ് ചികിത്സ സഹായം തേടുന്നു. പുത്തഞ്ചിറ 6ാം വാർഡിൽ താമസിക്കുന്ന പള്ളത്തേരി അയ്യപ്പൻ മകൻ 37 വയസ്സുള്ള സനീഷാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. കാർബൺ ന്യൂട്രൽ ഗോശ്രീ നെറ്റ് സീറോ കാർബൺ പദ്ധതി ജനങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് കോർ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഏകദിന ശില്പശാല വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സനിത സനിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.